സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കാത്തത് തെല്ലൊന്നുമല്ല ബി.ജെ.പിയെ വലച്ചിരിക്കുന്നത്. ഇത്രയും നാൾ മുഖമുദ്രയായി കൊണ്ടുനടന്ന പലതും വലിച്ചു കീറി കുട്ടയിലിടേണ്ട അവസ്ഥയിലാണ് മോദിയും അമിത്ഷായും. പദവികൾക്കായുള്ള വിലപേശലിന് പുറമെ ജെ.ഡി.യു മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകളും ബി.ജെ.പിയെ വലയ്ക്കുന്നുണ്ട്. മോദി സർക്കാരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ബി.ജെ.പി ഘടകകക്ഷികളുടെ വിലപേശലിന് വിധേയമാകുന്നത്. വാണിജ്യം, റെയിൽവേ പോലുള്ള സുപ്രധാന വകുപ്പുകൾ, ബീഹാറിന് പ്രത്യേക പദവി തുടങ്ങിയവയാണ് ജെ.ഡി.യു ആവശ്യപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾക്കൊപ്പം ലോക്സഭാ സ്പീക്കർ പദവി തുടങ്ങിയവയാണ് തെലുങ്കുദേശം പാർട്ടിയുടെ ആവശ്യം. ഇതിനെല്ലാം പുറമെ അഗ്നിവീർ പദ്ധതി റദ്ദാക്കുക, രാജ്യവ്യാപകമായി ജാതി സെൻസസ് നടത്തുക തുടങ്ങിയ വ്യവസ്ഥകളും ബി.ജെ.പിയെ കുരുക്കി ജെ.ഡി.യു മുന്നോട്ട് വയ്ക്കുന്നു. ഹിന്ദുത്വ അജണ്ടകൾ പുറത്തെടുക്കാനുമാകില്ല ഇത്തവണ ബി.ജെ.പിക്ക്. ടി.ഡി.പിയും ജെ.ഡി.യുവും ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിവാദ നിയമനിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ഇരു കക്ഷികളുടെയും നേതാക്കളെ ഉദ്ധരിച്ച് ലൈവ് മിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏക സിവിൽ കോഡിനെ എതിർക്കുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ പാർട്ടികൾ, മതവിഭാഗങ്ങൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങളുമായും കൂടിയാലോചന നടത്തിയിട്ടേ അത് നടപ്പാക്കാവൂ എന്നാണ് ജെ.ഡി.യു നിലപാട്. മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഘടകകക്ഷികളെ മോദി ഒട്ടും പരിഗണിച്ചിരുന്നില്ല. കഴിഞ്ഞ 2 സർക്കാരുകളിൽ ഭക്ഷ്യ സംസ്കരണം, ഘനവ്യവസായങ്ങൾ തുടങ്ങിയ താരതമ്യേന താഴ്ന്ന വകുപ്പുകളാണ് സഖ്യകക്ഷികൾക്ക് ലഭിച്ചിരുന്നത്. ഇത്തവണയും സുപ്രധാന വകുപ്പുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. പ്രതിരോധം, ധനകാര്യം, ആഭ്യന്തരം, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകൾ തങ്ങൾ തന്നെ കൈവശം വയ്ക്കുമെന്നും ബി.ജെ.പി നേതാക്കൾ പറയുന്നു. ഉപരിതല ഗതാഗതം പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ആരോഗ്യവും വിദ്യാഭ്യാസവും വിട്ടുനൽകാൻ ബി.ജെ.പിക്ക് താൽപ്പര്യമില്ല. എന്നാൽ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ജെ.ഡി.യുവും ടി.ഡി.പിയും കനിയണമെന്നത് പിടിവാശിക്കിടം നൽകുന്നുമില്ല. ഇത്തവണ സഖ്യകക്ഷികളുടെ ചില ആവശ്യങ്ങൾ ബി.ജെ.പിക്ക് അംഗീകരിക്കേണ്ടി വന്നേക്കും. ജെ.ഡി.യുവിന് പഞ്ചായത്ത് രാജ്, ഗ്രാമവികസനം തുടങ്ങിയ വകുപ്പുകൾ വാഗ്ദാനം ചെയ്തേക്കാം. തെലുങ്കുദേശം പാർട്ടിക്ക് വ്യോമയാനം, സ്റ്റീൽ എന്നിവ ലഭിച്ചേക്കാം. ധനം, പ്രതിരോധം തുടങ്ങിയ വലിയ വകുപ്പുകളിൽ സഹമന്ത്രിമാരുടെ ചുമതലകളിൽ സഖ്യകക്ഷികളുടെ എം.പിമാരെ ഉൾപ്പെടുത്തിയേക്കും. വിനോദസഞ്ചാരം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വകുപ്പുകൾ കൈമാറാനും ബി.ജെ.പി തയ്യാറായേക്കും.